നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെയധികം കേട്ടുവരുന്ന ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലത്തിനെ കുറിച്ചാണ് നാർസിസം. പലരും അല്പം സ്വാർത്ഥതയോടെ പെരുമാറുന്നവരെ പോലും അയാളൊരു നാർസിസ്റ്റ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതങ്ങനെയല്ല. നാർസിസം ഒരു വ്യക്തിത്വ വൈകല്യമാണ്. സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ 3 ക്ലസ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ക്ലസ്റ്റർ ബി വിഭാഗത്തിൽ വരുന്ന ഒരു ഡിസോർഡറാണ് NPD. ചിലരിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ചെറിയ തോതിലായിരിക്കും. എന്നാൽ മറ്റു ചിലരിൽ വളരെ കൂടുതലായി വ്യക്തിജീവിതത്തെയും മറ്റുള്ള ബന്ധങ്ങളെയും വരെ സാരമായി ബാധിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിനെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ NPD എന്ന അവസ്ഥയിലേക്ക് ഡോക്ടർമാർ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടോ അല്ലാതെ കുറച്ച് ലക്ഷണങ്ങൾ മാത്രം ഉണ്ടായിട്ടോ ഒരാളെ നമുക്ക് നാർസിസ്റ്റ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. നാർസിസ്റ്റായ ഒരു വ്യക്തി എപ്പോഴും സ്വന്തം ആവശ്യങ്ങൾക്കും വിജയങ്ങൾക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനോ മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഉള്ളൊരു കഴിവ് ഇവർക്ക് വളരെ കുറവായിരിക്കും. എപ്പോഴും പ്രശംസയും അംഗീകാരവും ഒക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉള്ളവരുമാണ്. അതിനു വേണ്ടിയിട്ട് അവർ നന്നായി പരിശ്രമിക്കുകയും ചെയ്യും. പിന്നെ ഇത്തരക്കാർ പലപ്പോഴും ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ, അതായത് വിവാഹ ജീവിതത്തിലോ ലവ് റിലേഷൻഷിപ്പിലോ മറ്റു സുഹൃത്ത് ബന്ധങ്ങളിലോ ഒക്കെ ഇൻറ്റൻസ് ആയ സ്നേഹവും കെയറിങ്ങും ഒക്കെ കാണിക്കുന്നവരാണ്. അതായത് എപ്പോഴും ഗിഫ്റ്റുകൾ കൊടുക്കുക, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും മെസ്സേജസ് അയക്കുക, അങ്ങനെ തീവ്രമായ സ്നേഹം ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചു തുടങ്ങുന്നത് നാർസിസ്റ്റുകളുടെ ഒരു പ്രത്യേകതയാണ്. ഈ ഇൻറ്റൻസ് ആയ സ്നേഹത്തെ നോർമലായിട്ട് കാണാൻ കഴിയുന്നതും ഒരു എംപാത്തിനായിരിക്കും. കാരണം എംപാത്തുകൾ പൊതുവെ അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയും ഒരുപാട് അവഗണനകളും ഒക്കെ ഫേസ് ചെയ്ത് അതിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ഇത്രയധികം ആരും സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന ഒരു തോന്നലും ഉണ്ടാകും. എന്നാൽ സമയം കഴിഞ്ഞു പോകുന്തോറും ഈ നാർസിസ്റ്റുകൾ പതിയെ ഈ ബന്ധത്തിൽ നിയന്ത്രണങ്ങൾ വെക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിമർശിക്കുകയും ഗ്യാസ് ലൈറ്റിങ്ങും സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അവരവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും. പക്ഷേ വിക്ടിമിന് ഇത് മനസ്സിലാവില്ല. അവരാദ്യം കിട്ടിക്കൊണ്ടിരുന്ന ആ ഇൻറ്റൻസ് ആയിട്ടുള്ള സ്നേഹം വീണ്ടും കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യും, നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെടും, ക്ഷമ പറയേണ്ടാത്ത സ്ഥലങ്ങളിൽ പോലും ക്ഷമ പറയും. അങ്ങനെ അത് വേദനാജനകമായ ഒരു ബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നാർസിസ്റ്റുകളെക്കുറിച്ചുള്ള പൊതുവെ ഒരു സംശയമാണ് അവർ ക്ഷമ ചോദിക്കില്ലേ, സോറി പറയില്ലേ എന്നുള്ളത്. പറയില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം സ്വന്തം തെറ്റ് അംഗീകരിക്കുന്നത് അവരുടെ ഇമേജിന് മങ്ങലേൽക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ആ തെറ്റ് മറ്റൊരാളുടെ മുകളിൽ ചുമത്തി അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ പൊതുവെ ശ്രമിക്കാറ്. കാരണം എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ തൊട്ട് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ തെറ്റല്ലേ, അത് നീ എന്ന് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ നീ അതവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന ഉള്ള രീതിയിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മുകളിലേക്ക് അത് ചുമത്തിയിട്ട് അവർ രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. പിന്നെ മാപ്പ് പറച്ചിലിന് ചില സാഹചര്യങ്ങൾ ഉണ്ട്. പക്ഷേ ആ സോറി പറച്ചിലിൻ്റെ പിന്നിൽ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്തം അവരെടുക്കുന്നതായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന മറ്റൊരു ചോദ്യമാണ് നാർസിസ്റ്റുകൾ എപ്പോഴെങ്കിലും മാറുമോ, ഇവർക്കൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത്. ഇതിന് അതെ എന്നോ ഇല്ല എന്നോ ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം മാറ്റം സാധ്യമാണ്, പക്ഷെ അത് വളരെ പ്രയാസമുള്ളതും സമയമെടുക്കുന്നതുമാണ്. മാറ്റത്തിനായി ആദ്യം ആ വ്യക്തി തന്നെ തയ്യാറാകണം, സ്വന്തം പ്രശ്നം അംഗീകരിക്കണം. പക്ഷേ ഇവരുടെ ഈഗോ ഹേർട്ടാവുന്ന കാര്യമായതുകൊണ്ട് ഇവർ പൊതുവെ അതിന് തയ്യാറാകാറില്ല. പിന്നെ കൗൺസിലിംഗ് സെഷൻസും ലോങ് ടേം തെറപ്പീസും ഒക്കെ ഇതിന് ആവശ്യമാണ്. കാരണം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി തന്നെ മാറ്റം വരുത്തേണ്ട കാര്യമാണല്ലോ. എന്നാൽ പല നാർസിസ്റ്റുകളും എനിക്കാണ് പ്രശ്നം എന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ചികിത്സ തേടുന്നത് കുറവാണ്. പിന്നെ എംപാത്തുകളായ ഈ വിക്ടിംസിന് ഒരു പൊതുവെ ഒരു ധാരണയുള്ളത് ഇവരെ സ്നേഹിച്ച് മാറ്റിക്കളയാം, സ്നേഹം കൊണ്ട് ഇവർ മൊത്തത്തിൽ മാറ്റിയെടുക്കാം എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി പലരും ഈ ബന്ധത്തിൽ തുടരുന്നത് കാണാം. ഇത് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ 15ഉം 20ഉം 25ഉം വർഷം കഴിഞ്ഞിട്ട് മാത്രം റിയലൈസ് ചെയ്യുന്നതും എന്നിട്ടും റിയലൈസ് ചെയ്യാത്ത ബന്ധങ്ങളും നിലനിന്ന് പോകുന്നുണ്ട്. ഇനി നിങ്ങളൊരു നാർസിസ്റ്റിൻ്റെ ഇരയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇമോഷൻസ് യാഥാർത്ഥ്യമാണ്. ആ ചിന്തയിൽ ഒരു കൺഫ്യൂഷനും ആവശ്യമില്ല. പക്ഷേ അത് വേറൊരാളെ മാറ്റിയെടുക്കാനായിട്ട് ഉള്ള ശ്രമമാകരുത്. നിങ്ങൾ സ്വയം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഉള്ളത്. കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. വേണ്ടി വന്നാൽ ഒരു കൗൺസിലറുടെ സഹായം തേടുക. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല.
ഇനി വിശ്വസ്തരായ ഒരു കുടുംബ അംഗത്തിനോടോ അല്ലെങ്കിൽ സുഹൃത്തിനോടോ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. അല്ല, എംപാത്തികളുടെ പൊതുവെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഉള്ളിലൊതുക്കി ഇതെൻ്റെ കൂടെ ഉള്ള ആളല്ലേ, എൻ്റെ വ്യക്തിയല്ലേ, ഞാൻ എങ്ങനെയാ അയാളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയുക, അയാൾ ഒറ്റപ്പെട്ടു പോവില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ കൂടുതലുള്ള ആളുകളായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് സഹായം ചോദിക്കുന്നത് ഒരിക്കലും വീക്ക്നെസ് അല്ല, സ്വയം സ്നേഹിക്കുന്നതിൻ്റെയും വിലമതിക്കുന്നതിൻ്റെയും അടയാളമാണ്. ആരോഗ്യകരമായ ഒരു ബന്ധവും നിങ്ങളെ ഭയപ്പെടുത്തുകയോ നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുകയോ ചെയ്യില്ല. പകരം നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങളെ സുരക്ഷിതരാണെന്ന് തോന്നിക്കുകയുമാണ് ചെയ്യുക. കാലം ചെല്ലുന്തോറും ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് പരിഗണിക്കുക. സ്വന്തം സമാധാനത്തിന് എപ്പോഴും മുൻഗണന കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മനഃശാസ്ത്രപരമായ കൂടുതൽ വിഷയങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നന്ദി.